ഇടുക്കി രാജകുമാരിയിൽ പട്ടാപ്പകൽ വൃദ്ധയെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ. നടുമറ്റം സ്വദേശി മറിയക്കുട്ടിയാണ് കെട്ടിയിട്ട ശേഷം 1.5 പവൻ സ്വർണവും 5000 രൂപയും മോഷ്ടിച്ചത്. മുഖംമൂടി ധരിച്ചെത്തി 3 അംഗ സംഘത്തെക്കുറിച്ചാണ് പോലീസിന് വിവരം ലഭിച്ചത്. സംഘത്തിൽ ഒരു യുവതിയും ഉൾപ്പെടുന്നു. സംഘമെത്തിയ ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ലഭിച്ചത്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. രാജകുമാരി നടുമറ്റം സ്വദേശിയായ 80-കാരി പാലത്തിങ്കൽ മറിയക്കുട്ടി ഒറ്റയ്ക്കാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. കുടിവെള്ളം ചോദിച്ചാണ് 3 അംഗ സംഘം വീട്ടിലെത്തിയത്. വെള്ളമെടുക്കാനായി മറിയക്കുട്ടി അകത്തേക്ക് പോയപ്പോൾ മോഷ്ടാക്കളും വീടിനുള്ളിൽ കടന്നു. തുടർന്ന് മറിയക്കുട്ടിയെ കൈകൾ ബന്ധിച്ച ഊണുമേശയിൽ കെട്ടിയിട്ട ശേഷം ദേഹത്തുണ്ടായിരുന്ന 1.5 പവൻ സ്വർണം മോഷ്ടിച്ചു. തുടർന്ന് മുറിയിലെ അലമാറയിലുണ്ടായിരുന്ന 5000 രൂപ എടുക്കാനായി അകത്തേക്ക് കയറി. ഈ സമയം മറിയക്കുട്ടി സ്വയം കെട്ടഴിച്ച ശേഷം പുറത്തെത്തി സമീപത്ത് തടിപ്പണിയിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളെ വിവരമറിയിച്ചു. ഇവർ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മോഷ്ടാക്കൾ എത്തിയെന്ന് കരുതപ്പെടുന്ന ബൈക്ക് പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വാഴൂർ ചാമമ്പതാൽ സ്വദേശി ആഷിഖ് മുഹമ്മദിന്റെ പേരിലുള്ളതാണ് ബൈക്ക്. തന്റെ ബന്ധുവായ അൽത്താഫ് തിങ്കളാഴ്ച ബൈക്ക് വാങ്ങിക്കൊണ്ടുപോയതായി ആഷിഖ് പോലീസിന് മൊഴി നൽകി. ബൈക്ക് കേന്ദ്രീകരിച്ചും സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.